നമസ്കാരം. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ മറ്റാരേക്കാളും ഒരുപാട് മുന്നിലാണ് ഇറാൻ. അവരത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർ പറഞ്ഞ കാര്യങ്ങൾ പാളാറില്ല. ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അവർ നടപ്പിൽ വരുത്താറുമുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അമേരിക്കയോടാണ് ഇറാൻ പറഞ്ഞത്, ട്രംപിന് ഞങ്ങളൊരു സാധനം കൊടുത്തയക്കുന്നുണ്ട്, കിട്ടിയാൽ വിവരം അറിയിക്കണം എന്ന് ട്രംപിനോട് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാലും സമൂഹ മാധ്യമങ്ങളിൽ അത് വാർത്തയുമായിരുന്നു. എന്തായാലും ഇറാൻ കൊടുത്തയച്ചത് അമേരിക്കക്ക് കിട്ടി എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമേരിക്കയുടെ അണ്ണാക്കിൽ കയറി തന്നെ ഇറാൻ വെടിപൊട്ടിച്ചിരിക്കുന്നു. കുവൈറ്റിലും അതുപോലെ തന്നെ ബഹ്റൈനിലുമൊക്കെ അമേരിക്കൻ ബേസുകളെ തകർത്ത് തരിപ്പണമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർത്തു കളഞ്ഞു. നിരവധി സൈനികർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളെ നിങ്ങൾ ഒന്നടിച്ചാൽ തിരിച്ച് ഞങ്ങൾ 20 എണ്ണം നിങ്ങൾക്ക് തരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും ബന്ദർ അബ്ബാസിലും മറ്റുമൊക്കെ അവർ വലിയ ആക്രമണം നടത്തി. 8 സൈനികർ കൊല്ലപ്പെട്ടു, 3 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെട്ടു. എന്തായാലും നിങ്ങൾ 20 തരുന്നതെങ്കിൽ ഞങ്ങൾ അതുക്കും മേലെ നിങ്ങൾക്ക് തരുമെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്തായാലും അത് കൃത്യമായി ട്രംപിന് കിട്ടിയിട്ടുണ്ട്, കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ അണ്ണാക്കിൽ തന്നെ കയറിയാണ് ഇറാൻ പൊട്ടിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബഹ്റൈനിലും അതുപോലെ തന്നെ കുവൈത്തിലും അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. തകർന്നു തരിപ്പണമായ ബേസുകളുടെ ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ബേസുകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് വിവരം. ഇത് ബഹ്റൈനിലെയും കുവൈത്തിലെയും മാത്രം വിവരമാണ്. ഇറാന്റെ അടി ജോർദാനിലും അതുപോലെ തന്നെ ഖത്തറിലും ചെന്ന് പതിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ജോർദാനിൽ നിന്നുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് 1-ന് 20 കൊടുത്തപ്പോൾ ആ 20ന്റെ പലിശയും ചേർത്ത്, അതിന്റെ ഇരട്ടി ചേർത്ത് ഇവിടെ ഇറാൻ അങ്ങോട്ട് കൊടുത്തു. അതായത് 20ന്റെ ഇരട്ടിയും കൊടുത്തു, പലിശയും കൊടുത്തു. എന്തായാലും അത് കൃത്യമായി നെഞ്ചേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അമേരിക്ക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ട്രംപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാനുള്ള സാധ്യതയില്ല. അമേരിക്ക അത് പുറത്തു പറയാനുള്ള സാധ്യതയില്ല. വലിയ എതിർപ്പ് അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ എതിർപ്പിനെ മറികടന്നാണ് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടത്. അതായത് ഇറങ്ങി പുറപ്പെട്ട ട്രംപിന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പണി ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ചോദിച്ച സാഹചര്യത്തിൽ വാരിക്കോരി ഇറാൻ കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്.